dismay following the cremation of their king and queen, allegedly massacred along with other family members by the Crown Prince. Without a single family member by his side. If Nepal's royal family is to be believed, 30-year-old Dipendra, then Crown Prince, had in one cruel stroke eliminated. ഇതാണ് തോന്നുന്നു പാലസിന്റെ ഒരു ഭാഗമാണ് തോന്നുന്നു കേട്ടോ. കാണുമ്പോൾ എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് നടക്കാനുണ്ട്. ചുറ്റിലും വേലിയാണ്. വേലി മീൻസ് മുള വെച്ചിട്ടുണ്ടാക്കിയ വേലിയാണ്. അതിലൊരു ഗ്രില്ലടിച്ചിട്ടുണ്ട് കേട്ടോ മതിൽ നല്ല പൊക്കത്തിൽ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നാരായൺ ഹിതി പാലസ്. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കാണാം ദർബാർ മാർഗ് എന്ന് പറയുന്നത് ദർബാർ വഴി എന്നാണ്. ഇതും ദർബാർ എന്ന് തന്നെയാണ് പറയുന്നത്. പാലസിന് ദർബാർ എന്നാണ് പറയാറ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇതിലോട്ട് കയറുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ പാലസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ പാലസിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മ്യൂസിയം ആക്കിയിട്ടുണ്ട്. നമ്മൾ പാലസിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഉള്ളിൽ പോയി കാണിച്ചു തരാവേ. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഞാനിപ്പോൾ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കണം. പക്ഷേ ഒരു സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം കണ്ടിട്ട് വന്നിട്ട് ബാക്കി വെളിയിൽ വന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോസ് തരാം, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഫോട്ടോസിന് പൈസയും കൊടുക്കണം. എന്തായാലും പൈസ കൊടുത്താൽ പോലും നമുക്ക് ക്യാമറ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ഇതാണ് പാലസ്. ഇതിനകത്തുള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ. അകത്തുള്ള കാഴ്ചകളുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു തരാനേ പറ്റുള്ളൂ, കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണ് ഉള്ളിലോട്ട് അലൗഡല്ല, ക്യാമറ അങ്ങനെയുള്ളതൊന്നും അലൗഡല്ല. ഇതാണ് കേട്ടോ ആ വിശാലമായ 65 ഏക്കർ വിസ്താരമുള്ള ആ കൊട്ടാരം. സ്കൂൾ കുട്ടികൾ എക്സ്കർഷന് വന്നിരിക്കുക കൊട്ടാരം കാണാൻ വേണ്ടി. അങ്ങനെ വന്നിട്ടോ 2-3 വണ്ടികളിലുണ്ടായിരുന്നു ഏതോ ഒരു സ്കൂളിൽ. അപ്പോൾ ഞാൻ അകത്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് പുറത്ത് വന്നിട്ടാണ് പറയാൻ പറ്റിയത്. നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാത്ത കാരണം ഇത് കൊട്ടാരത്തിന് മുന്നിലുള്ള ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. പിന്നെ ഇങ്ങനെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇത് 45 റൂമുകളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഏതാണ്ട് കുറച്ചൊക്കെ റൂമുകളെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. 3 ടൈപ്പ് റൂമാണ്. അതായത് ഗസ്റ്റ് റൂം, അതുപോലെ തന്നെ ഒഫീഷ്യൽ റൂം, പിന്നെ പ്രൈവറ്റ് റൂംസ്. ആ കാറ്റഗറിയിലാണ് ഇവർ റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹാളുകൾ, പിന്നെ ഒരുപാട് സാധനങ്ങൾ കൊട്ടാരത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം. പിന്നെ ഈ കൊട്ടാരം പിടിച്ചടക്കിയതാണ്. ഇവിടുത്തെ രാജഭരണം വേണ്ടാന്ന് നാട്ടുകാർ തീരുമാനിക്കുന്നത്. അങ്ങനെ നാട്ടുകാർ രാജഭരണത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്തു. 1990-ലാണ് ആദ്യത്തെ പ്രക്ഷോഭം ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് 2006-ലാണ് അവസാനത്തെ പ്രക്ഷോഭം ഉണ്ടായതും അവസാനിച്ചതും. അങ്ങനെ 2006-ഓടെ ഈ കൊട്ടാരം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും പിന്നെ അത് മ്യൂസിയമായിട്ട് മാറ്റുകയാണ് ചെയ്തത്. 2001-ലാണ് ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിലെ എല്ലാവരും, അതായത് കൊട്ടാരത്തിലെ രാജാവ്, രാജ്ഞി, അവരുടെ 3 മക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു കുടുംബം മൊത്തം കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ പാലസ് മ്യൂസിയത്തിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ റിപ്പയർ ചെയ്ത് പിന്നീട് പട്ടാള ഭരണം വന്നു. അതിലും മരണം സംഭവിച്ചു. പിന്നെ അത് അങ്ങനെ മാറി ഇപ്പോൾ ജനങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു കൊട്ടാരമാണ്. ഭയങ്കര ദുരന്തം പിടിച്ച ഒരു കൊട്ടാരം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ പാലസിൻ്റെ പേര് പറയുന്നത് നാരായൺ ഹിതി എന്നാണ്. അതായത് നാരായൺ ഹിതി പറഞ്ഞാൽ ഇവർ ഹിന്ദു വിശ്വാസികളായിരുന്നു. നേപ്പാളീസ് കുറേ ഉണ്ട് കേട്ടോ, ബുദ്ധിസ്റ്റുണ്ട്, ഹിന്ദുസുണ്ട്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ഹിന്ദു രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ഇവർ ആരാധിച്ചിരുന്നത് വൈഷ്ണവ ആചാരമായിരുന്നു. അതുകൊണ്ടാണ് നാരായണമൂർത്തി, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് നാരായണമൂർത്തിയുടെ. അപ്പോൾ നാരായൺ എന്നുള്ളത് അതിൽ നിന്ന് എടുത്തത്. ഹിതി എന്ന് പറയുന്നത് വാട്ടർ സ്പ്രൗട്ട്സ്, വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചാട്ടങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെള്ളച്ചാട്ടങ്ങളാണ്. ഈ കൊട്ടാരത്തിന് ചുറ്റും അകത്തും ഒക്കെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതൊക്കെയാണ്, അങ്ങനെയാണ് ഈ നാരായണ ഹിതി എന്നുള്ള പേര് വരാൻ കാരണം ഈ പാലസിന്. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൂട്ടക്കുരുതി നടത്തി. ആ 2006-ഓടെ ഇവിടുത്തെ രാജഭരണം അവസാനിച്ചു. ആ സമയം വരെയുള്ള എല്ലാ സാധനങ്ങളും, അത് അവർ ഉപയോഗിച്ച സാധനങ്ങളാവട്ടെ, അവർ ഉപയോഗിച്ച ഡ്രസ്സാവട്ടെ, വാഹനങ്ങളാവട്ടെ, പിന്നെ ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്, അതുകൂടാതെ തന്നെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്,
പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പണ്ടത്തെ ടി വി ഒക്കെ കാണണം നിങ്ങൾ. അതായത് ഇന്നാണ് 50 ഇഞ്ചിൻ്റെ ടി വി ഒക്കെ നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷെ അന്ന് കാലത്ത് ഇവർക്ക് 50 ഇഞ്ചിൻ്റെ ടി വി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ AC അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 500 രൂപയാണ്. നമ്മുടെ നാട്ടിൽ അതിനേക്കാളും കമ്മിയാക്കും. നിങ്ങളൊരു 1.5 കൺവേർഷൻ റേറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എത്രയുണ്ടാവും. ഒരു 350-400 രൂപ ഇടയിലാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഇന്ത്യൻ മണിയാണെങ്കിൽ. അപ്പോൾ ഒരു 3 മണിക്കൂർ കാണേണ്ട കാഴ്ചകളുണ്ട്. അടിപൊളിയാണ്. രാജകീയമായ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരു റൂം പോലും അടച്ചുപൂട്ടിയില്ല. പിന്നെ ബാത്റൂം അങ്ങനെയൊക്കെയാണ് അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വൃത്തിയായി കാണാൻ പറ്റും. അടിപൊളിയാണ്. പിന്നെ ഈ കൊട്ടാരത്തിന് കൂടാതെ തന്നെ അവർ മെയിനായിട്ട് താമസിച്ച് കുറച്ച് അപ്പുറത്താണ്. അവിടെയും ഒരു 3 നില കെട്ടിടമാണ്. അതിലും കാണാനുള്ള കാഴ്ചകളുണ്ട്. ഓരോ സാധനങ്ങൾ വെച്ചിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ രാജകുടുംബങ്ങൾ വെടിയേറ്റ് മരിച്ച സ്ഥലമുണ്ട്. കുറച്ച് അപ്പുറത്ത് ഗാർഡനായിട്ട് ഗോൾഫ് കോർട്ടും പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഗാർഡനും ബില്ലിയാർഡ്സ് കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ രാജകുടുംബാംഗങ്ങൾ മരിച്ചത്. അതായത് വെടിവെച്ച് കൊല്ലുകയാണ് അവരെ ചെയ്തിട്ടുണ്ടായത്. ആ സ്പോട്ടുകളെല്ലാം അവിടെ തന്നെയുണ്ട്. പിന്നെ വെടിയുണ്ട പാടുകളൊക്കെ ചുമരിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലെ കാഴ്ചകൾ. അപ്പം ഞാൻ കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ആ വഴിയിലൂടെ തന്നെ കേട്ടോ. ഈ വഴിയിലൂടെ കൊട്ടാരത്തിൻ്റെ വഴിയിലൂടെ നേരിട്ട് വന്നാൽ തന്നെ നമ്മൾ അമ്പലത്തിലെത്തും. ഇതാണ് ആ നാരായണമൂർത്തി അമ്പലം. ഇവിടെയാണ് രാജകുടുംബാംഗങ്ങൾ ആരാധന ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടം നാരായണമൂർത്തിയെ തന്നെയായിരുന്നു. അവർ ആരാധിച്ചിരുന്നതും ഇവരെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് നാരായണ ഹിതി എന്നുള്ള പേര് വന്നത്. നമുക്ക് അമ്പലത്തിൽ അകത്ത് കയറാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഇനി അറിയില്ല കയറാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ. ഇതാണ് അമ്പലം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിലാണെങ്കിൽ കുറേ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീസൊന്നും കാണുന്നില്ല. പക്ഷെ എന്നിരുന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ബുദ്ധപ്രതിമയൊക്കെ മൂടി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെയും കാണാൻ നല്ല രസം കേട്ടോ. ഒരു പ്രത്യേക ആംബിയൻസ്. ആ ബാക്കിലായിട്ട് തന്നെ നമ്മുടെ കൊട്ടാരം കാണുന്നുണ്ട്. ഇതാ കണ്ടില്ലേ കൊട്ടാരം. അവർക്ക് ഇങ്ങനെ കൊട്ടാര വാതിലൂടെയാണ് കയറി വരിക. അവരിവിടെ ഈ നാരായണമൂർത്തി ആരാധിച്ച് തിരിച്ചു പോകാറാണ് പതിവ്. എന്നിട്ട് ഒരു തന്ത്രി പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എന്തായാലും ഈ അമ്പലം ഒന്ന് റൗണ്ട് ചെയ്ത് കാണിക്കാനേ എന്തൊക്കെയുണ്ടെന്ന്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ശില്പമുണ്ട്, ഗരുഡൻ്റെ ശില്പമുണ്ട്. അതായത് അത് 7-ാം നൂറ്റാണ്ടിൽ കണ്ടുവെച്ചാന്നാണ് പറഞ്ഞത്. 7-ാം നൂറ്റാണ്ടിൽ പണിതാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കാണണം. ഹനുമാൻ്റെ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ കാണുന്നത് ഹനുമാൻ. അപ്പുറത്താണ് ഗരുഡൻ്റെ വിഗ്രഹം ഉള്ളത്. അപ്പോൾ അതും കണ്ടിട്ട് വരാം. ഈ വഴിയിലൂടെയാണ് കൊട്ടാരത്തിലുള്ള കുടുംബാംഗങ്ങൾ വരുന്നതും ഇവിടെ വന്ന് തൊഴുതിയിട്ട് പോകുന്നതൊക്കെ കേട്ടോ. ഇതുണ്ടല്ലേ ആ മേലിയായിട്ട് നല്ലൊരു മുഖമണ്ഡപം കണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കിയാൽ തത്തമ്മകളാണ്. തത്തമ്മയും പ്രാവുകളൊക്കെയാണ് ആ ഓട്ടയിലുള്ളത്. തത്തമ്മ തലയിട്ട് നോക്കുന്ന കൂടൊക്കെ അതിനകത്താട്ടോ. ഒരുപാട് തത്തമ്മകളുണ്ട് കേട്ടോ ഇവിടെ മരങ്ങളിലൊക്കെ. അങ്ങനെ ഇതൊരു ഹിന്ദു സ്റ്റൈലിലാണെങ്കിലും കുറച്ച് ബുദ്ധിസത്തിൻ്റെയും കുറച്ചൊക്കെ മിക്സാണ് ഈ കാണുന്ന അമ്പലങ്ങളൊക്കെ. ഇവിടെ താഴത്തായിട്ട് എന്തോ ഉണ്ടല്ലോ, അതെന്താണ്, ഒരു കുഴിയിലാണ് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഒരു കുട്ടിയുടെയും. എനിക്ക് തോന്നുന്നു ഒരു ഗണപതിയുടെ പോലെയൊക്കെ ഉണ്ട്, അറിയുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കണേ കുറേ മുഴകൾ. ഇതെന്താ ദൈവങ്ങളെ എന്താ സങ്കല്പം എന്നൊന്നും എനിക്കറിയുന്നില്ലേ. ഇവിടെയാണെങ്കിൽ ഒരു ദേവീ സങ്കല്പമാണ് ഉള്ളത്. മിക്കവാറും സരസ്വതി ദേവി ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ ദൈവങ്ങളുടെ പേരൊക്കെ വേറെ ആയിരിക്കും, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ചെറിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് കേട്ടോ, ചെറിയൊരു അമ്പലമാണ്. ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു മാക്സിമം പോയൊരു 1/2 ഏക്കർ സ്ഥലമേ ഉണ്ടാവുള്ളൂ. ഈ മരമൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ട ആൽമരമാണെന്ന് തോന്നും, പക്ഷെ ആൽമരമല്ല, ബോധിവൃക്ഷമാണ് കേട്ടോ. ഒരു ഇലയ്ക്കൊരു മാറ്റമുണ്ട്. നിറയെ പക്ഷികളുടെയും തത്തമ്മകളുടെയൊക്കെ
കലകല സൗണ്ടൊക്കെ ആയിട്ടാണ്. ഇവിടെ നല്ല രസമുണ്ട്, ഒരു ആംബിയൻസ് അടിപൊളിയാണ്. ഈ കാണുന്നതാണ് 7-ാം നൂറ്റാണ്ടിൽ പണിത ഗരുഡൻ്റെ ശില്പം. ഗരുഡൻ ശരിക്കും പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഒരു സങ്കല്പമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? രാജകൊട്ടാരത്തിൻ്റെ അമ്പലമായതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ എൻഡ് സുരക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഗൺമാനും അടക്കമുള്ള മിലിറ്ററി ഫോഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റേജ് പണിതിട്ടുണ്ട്. ഇവിടെ ഭജനയൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കണ്ട, നരസിംഹത്തിൻ്റെയും അതേപോലെ കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു പന്തലും ഹോമകുണ്ടമാണ് കാണുന്നത്. ഹോമം കഴിക്കാനുള്ള ഒരു പന്തലാണ് ഉള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ പൂജ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് എന്താണെന്നറിയില്ല, ഗണപതിയാണോ എന്നറിയില്ല, എന്താ സങ്കല്പം എന്നറിയുന്നില്ല കേട്ടോ. പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടുത്തെ തന്ത്രിവര്യന്മാർ എങ്ങനെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് തന്ത്രി. പിന്നെ അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും പുറകിലായിട്ടുണ്ട്. അതും ഒരുപാട് പഴക്കങ്ങളോളം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പിന്നെ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചയും ഇതൊക്കെ തന്നെയാണ്. ഒരു കുഞ്ഞമ്പലം കേട്ടോ. ഒരു കുഞ്ഞമ്പലമാണെങ്കിലും ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ ദെൻ, ബൈ ബൈ. ഇതിന് മുന്നിൽ തന്നെയായിട്ട് ബസ്സുകളുണ്ട് കണ്ടോ. ഇതുപോലത്തെ ബസ്സുകളിലാണ് കയറി പോകുന്നത്. മിനി ബസ്സുകളാണ്, വാനുകൾ കുത്തി നിറച്ചിട്ട് പോകുന്നുണ്ട് ആൾക്കാർ.